നമുക്ക് കുറച്ച് പ്ലാന്റ്സ് വാങ്ങിച്ചാലോ? നമ്മൾ സ്റ്റാൻഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടില്ലേ, അതിലേക്ക് കുറച്ച് പ്ലാന്റ്സ് തപ്പിയാണ് ഞാൻ പോയത്. ഞാനൊരു നഴ്സറി പോയതാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ പ്ലാന്റ്സും പോട്ട്സും എല്ലാം ഉണ്ട്, കുറേ കളക്ഷൻസും ഉണ്ട്. ഈ ഏരിയയിൽ ഒരു ഷോപ്പ് മാത്രമല്ല കേട്ടോ, 3-4 ഷോപ്പ്സ് ഉണ്ട്. ഞങ്ങൾ എല്ലാ ഷോപ്സിലും തന്നെ കയറി, പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഒരേ ഒരു ഷോപ്പ് മാത്രം കേട്ടോ. അവിടെ ആണെങ്കിൽ നമുക്ക് എല്ലാം കിട്ടും, നല്ല പോട്ട്സും കിട്ടും, നല്ല പ്ലാന്റ്സ്, ഇനി വെജിറ്റബിൾസ് ആണെങ്കിൽ അത് എല്ലാം ഉണ്ട് അവിടെ. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ ഇത്. ദേ ഇവരെ കണ്ടോ, നല്ല ക്യൂട്ടായിട്ടില്ലേ? പിന്നെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സും അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, അതും വിത്ത് ഫ്രൂട്ട്സ്. ഇതൊരു ലെമൺ ആയിരുന്നു. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ CID മ്യൂസിയത്തിലെ ബിന്ദു പണിക്കരെ പോലെയായിരുന്നു. അയ്യോ ഞാനിപ്പോൾ എന്താ എടുക്കുക, ഡ്യൂട്ടി ഫ്രീയിൽ കയറിയല്ലോ എന്നൊക്കെ പറയത്തില്ലേ, അതേ സെയിം ഫീലിംഗ്. കണ്ടിട്ട് എന്താ പറയുക, ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കപ്പളം ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് എന്തിനാ. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഇങ്ങനത്തെ ചെറിയ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ ഞാൻ അവിടെ നിന്ന് എടുത്ത്. ഓൺലി $1, എല്ലാം $1 പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ. കാക്ടസ് നോക്കി എന്തായാലേ ഭംഗി, പക്ഷേ ആ ഫ്ലവേഴ്സ് ഒറിജിനൽ അല്ല കേട്ടോ, അവർ പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുക. പക്ഷേ എന്നിരുന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇതുകൂടാതെ സീസണൽ പ്ലാന്റ്സ്, റോസിൻ്റെ കളക്ഷൻ, അങ്ങനെ കുറേ വ്യത്യസ്തമായിട്ടുള്ള ഫ്ലവേഴ്സും അവരുടെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ പോട്ട്സിൻ്റെ കാര്യം അതെടുത്ത് പറയണം, അത്യാവശ്യം നമുക്ക് വേണ്ട പോട്ട്സൊക്കെ അവരുടെ കയ്യിലുണ്ട് കേട്ടോ. അതും പോട്ട്സൊക്കെ അത്യാവശ്യം റീസണബിൾ പ്രൈസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടമായി. ഞാൻ 2-3 പോട്ട്സൊക്കെ അവിടെ നിന്ന് എടുത്തു. ZZ പ്ലാന്റ് എൻ്റെ ഫേവറേറ്റിലൊന്നാണ്, പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവരാം. വെജിറ്റബിൾ സീഡ്സ്, ഫ്ലവർ സീഡ്സ്, അങ്ങനെ കുറേ ഉണ്ട്. ഞങ്ങളുടെ പർച്ചേസൊക്കെ കഴിഞ്ഞത് കാർട്ടൺ ബോക്സ് എടുത്ത് പോകട്ടോ. ഈ ഫ്ലവർ നോക്കി എന്താ ഭംഗിയല്ലേ. അപ്പോൾ ഇത് എവിടെയാണെന്നല്ലേ, അബു ഹമൂറിലുള്ള ഫ്ലോറൻസിലാണ് ഞങ്ങൾ പോയത് കേട്ടോ.